ഹായ് ഓൾ, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദി മൈൽ സ്റ്റോൺസ് ഗിവൺ ബിലോ റെപ്രസെൻറ്റ് ദി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ ദി ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ഏർലി ഹ്യൂമൻ. ഫൈൻഡ് ഔട്ട് ദി മിസ്സിംഗ് വൺസ്. അപ്പോൾ നമുക്കിവിടെ 4 മൈൽ സ്റ്റോൺസ് തന്നിട്ടുണ്ട്. ഈ മൈൽ സ്റ്റോൺസിൽ എന്താണ് പറയുന്നത്? അതായത് മനുഷ്യരുടെ ഫുഡ് ഹാബിറ്റ്സിലുള്ള പണ്ട് കാലങ്ങളിൽ മനുഷ്യരുടെ ഫുഡ് ഹാബിറ്റ്സിലുണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം തന്നെ മനുഷ്യൻ എന്താണ് ചെയ്തത്? ഫുഡ് കളക്ട് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? യൂസ് ഓഫ് ഫയർ, അതായത് തീ ഉപയോഗിച്ചു. പിന്നെ 2 നിങ്ങളോട് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കതെങ്ങനെയാണ് ഫില്ല് ചെയ്യാൻ പറ്റുക? അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പറയാം? ഹണ്ടിങ് അനിമൽസ് പറയാം. അടുത്തത് നെക്സ്റ്റ് വണ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫാമിംഗ് എന്ന് പറയാം. അടുത്തതാണ് മേക്ക് എ നോട്ട് ഓൺ ദി ഇമ്പാക്റ്റ് ഓഫ് യൂസ് ഓഫ് ഫയർ ഓൺ ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജീവിതത്തിൽ തീ എന്നുള്ള ആ ഒരു ഇത് വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്താണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് പറയാനാണ് പറയുന്നത്. എങ്ങനെയൊക്കെ പറയാം? ഹ്യൂമൻസ് ആർ ലേൺ ടു കുക്ക് ഫുഡ്. മനുഷ്യരെന്ത് ചെയ്യാൻ പഠിച്ചു? ഫുഡ് കുക്ക് ചെയ്യാൻ പഠിച്ചു. കുക്ക്ഡ് ഫുഡ് ബിക്കം ടേസ്റ്റി ആൻഡ് ഈസി ടു ഡൈജസ്റ്റ്. കുക്ക്ഡ് ഫുഡ് എന്ത് ആണ്? കൂടുതൽ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഡൈജഷൻ കൂടുതൽ ഈസിയാണ്. ഫയർ ഹെൽപ്പ് ടു കീപ്പ് വാം ഇൻ കോൾഡ് ക്ലൈമറ്റ്. അതായത് ഫയർ എന്തിന് ഹെൽപ്പ് ചെയ്തു? തീ എന്തിന് ഹെൽപ്പ് ചെയ്തു? തണുപ്പുള്ള കാലാവസ്ഥയിൽ അവരെ ചൂടായി നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. ഇത് പ്രൊട്ടക്റ്റഡ് ഏർലി ഹ്യൂമൻസ് ഫ്രം വൈൽഡ് ആനിമൽസ്. വൈൽഡ് ആനിമൽസ് എന്ന് പണ്ട് കാലങ്ങളിൽ മനുഷ്യരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയർ ഹെൽപ്പ് ചെയ്തു. ഫയർ ഗേവ് ലൈറ്റ് ഡ്യൂറിങ് ദി നൈറ്റ്. രാത്രി സമയങ്ങളിൽ ഫയർ എന്ത് കൊടുത്തു? ലൈറ്റ്, വെളിച്ചം കൊടുത്തു. അടുത്തതാണ് എവറി ഹ്യൂമൻ ബീങ് ഹാസ് എ റൈറ്റ് ടു ഹാവ് ഹെൽത്തി ഫുഡ്. എല്ലാ മനുഷ്യർക്കും എന്തിനുള്ള അവകാശമുണ്ട് എന്നാണ് പറയുന്നത്? ഹെൽത്തി ഫുഡ് കഴിക്കാനുള്ള അവകാശം ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു പോസ്റ്റർ തന്നിട്ടുണ്ട്. ഷെയർ ഫുഡ് വിത്ത് അതേഴ്സ്, ഡോണ്ട് വേസ്റ്റ് ഫുഡ്. ഫുഡ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക, ഫുഡ് വേസ്റ്റ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഹെൽത്ത് ഡേ? ഏത് ദിവസമാണ് വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്? ഒക്ടോബർ 6, സെപ്റ്റംബർ 16, ജൂൺ 6, ഒക്ടോബർ 16. ഏത് ഡേ ആണ്? ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഈ ഓപ്ഷനിൽ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഡേ ഈസ് സെലിബ്രേറ്റഡ് എവറി ഇയർ ഓൺ April 7 ബൈ ദി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. Write the main ideas to be included in a speech on topic importance of observing food day. അപ്പം ഇമ്പോർട്ടൻസ് ഓഫ് ഒബ്സർവിങ് ഫുഡ് ഡേ എന്നുള്ള ടോപ്പിക്കിൽ, അതായത് ഫുഡ് ആൻഡ് ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട്, ഭക്ഷ്യ ദിവസത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് നമ്മളുടെ ഒരു സ്പീച്ച് എഴുതാൻ പറഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട പോയിൻറ്റ്സ് എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണെന്ന് ഏതൊക്കെയാണ്? ഫുഡ് ഈസ് എസെൻഷ്യൽ ഫോർ ഹെൽത്തി ലൈഫ്. ഒരു ഹെൽത്തി ലൈഫിന് ഫുഡ് അത്യാവശ്യമാണ്. മെനി പീപ്പിൾ ഇൻ ദി വേൾഡ് ഡു നോട്ട് ഗെറ്റ് ഇനഫ് ഫുഡ്. ഈ ഒരു ലോകത്ത് കുറേ ജനങ്ങൾക്ക് എന്ത് കിട്ടുന്നില്ല? ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നില്ല. വി മസ്റ്റ് നോട്ട് വേസ്റ്റ് ഫുഡ്. നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആക്കരുത്. വി ഷുഡ് ഷെയർ ഫുഡ് വിത്ത് ദി നീഡി. ആവശ്യമുള്ളവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കണം. എവരി വൺ ഹാസ് ദി റൈറ്റ് ടു ഹെൽത്തി ഫുഡ്. എല്ലാവർക്കും ഹെൽത്തി ഫുഡ് കഴിക്കാനുള്ള അവകാശമുണ്ട്. ഒബ്സർവിങ് ഫുഡ് ഡേ റിമൈൻഡ് അസ് ടു റെസ്പെക്റ്റ് ഫുഡ് ആൻഡ് ഫാമേഴ്സ്. അപ്പോൾ ഫുഡ് എന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? ഫുഡിനെയും അതുപോലെ തന്നെ ഫാർമേഴ്സിനെയും റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അടുത്തതൊരു ഓർ ക്വസ്റ്റ്യൻ ആണ്. ടു ബി യു ഹാവ് മെറ്റ് മീനു ഫ്രം ദി യൂണിറ്റ് പീലീസ് വില്ലേജ്. ഹാവിൻ യു? നിങ്ങൾ മീനുവിനെ, പീലീസ് വില്ലേജിലുള്ള മീനുവിനെ നിങ്ങൾ പരിചയപ്പെട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് പീലീസ് ഫ്രണ്ട്, there are people around us who come from different social backgrounds. അപ്പം പീലീൻ്റെ ഫ്രണ്ടിനെ പോലെ തന്നെ അവിടെ വ്യത്യസ്തമായിട്ടുള്ള ജനങ്ങളുണ്ട് നമുക്ക് ചുറ്റും. അവർ വ്യത്യസ്തമായിട്ടുള്ള സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്നാണ് വരുന്നത്. ഡു യു തിങ്ക് ഇറ്റ് ഈസ് നെസസറി ടു ഇൻക്ലൂഡ് ദം ഇൻ അവർ ഹാപ്പി മൊമെൻറ്റ്സ് ഓൾസോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നമ്മളുടെ ഹാപ്പി മൊമെൻറ്റ്സിൽ അവരെയും ഉൾപ്പെടുത്തണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പ്രിപ്പയർ എ നോട്ട്, ഷോർട്ട് നോട്ട് എക്സ്പ്രസിങ് യുവർ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞിട്ടൊരു നോട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? പീപ്പിൾ കം ഫ്രം ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, റിലീജിയൻ ആൻഡ് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്സ്. ജനങ്ങൾ എങ്ങനെയുള്ളതാണ്? വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറിലും അതുപോലെ തന്നെ റിലീജിയനിലും എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്നതാണ് ആര്? ഓരോ ആൾക്കാരും. വി ഷുഡ് ഇൻക്ലൂഡ് എവരി വൺ ഇൻ അവർ ഹാപ്പി മൊമെൻറ്റ് ബിക്കോസ് ഇറ്റ് ക്രിയേറ്റ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് യൂണിറ്റി. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരെയും നമ്മളുടെ സന്തോഷ
നിമിഷത്തിൽ ഉൾപ്പെടുത്തണം, ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. കാരണം എന്താണ്, അത് നമുക്കിടയിൽ സൗഹൃദവും അതുപോലെ തന്നെ ഒരുമയും ഉണ്ടാക്കും. വെൻ വി ഷെയർ ആൻഡ് സെലിബ്രേറ്റ് ടുഗദർ, നമ്മൾ ഒരുമിച്ച് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് വി ലേൺ ടു റെസ്പെക്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. നമ്മൾ എന്തിന് പഠിക്കുന്നുണ്ട്? പരസ്പരം റെസ്പെക്റ്റ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പഠിക്കുന്നുണ്ട്. ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി ബിക്കം പീസ്ഫുൾ ആൻഡ് ഹാപ്പി. ഒരു ഉൾപ്പെടുത്തുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് സമാധാനമുള്ളതും സന്തോഷമുള്ളതുമായിരിക്കും എന്നാണ് പറയുന്നത്. You have understood the changes in attitude of Peely's friend after their visit to village. അപ്പോൾ പീലിയുടെ ഫ്രണ്ട്സ് പീലിയുടെ വില്ലേജ് വിസിറ്റ് ചെയ്തതിന് ശേഷം അവരുടെ മനോഭാവത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ ഈസ് നോട്ട് സ്യൂട്ടബിൾ ടു ദെയർ ചേഞ്ച്ഡ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അവരുടെ ആ മാറിയ മനോഭാവത്തിൽ ഈ താഴെ തന്നിരിക്കുന്ന ഏത് പോയിൻ്റാണ് യോജിക്കാത്തത് എന്നാണ് പറയുന്നത്. അപ്പം എ ഓപ്ഷൻ, ഇറ്റ് ഈസ് പോസിബിൾ ടു ലീഡ് എ ഹാപ്പി ലൈഫ് ബോത്ത് ഇൻ വില്ലേജ് ആൻഡ് സിറ്റി അലൈക്ക്. അപ്പം വില്ലേജിലാണെങ്കിലും സിറ്റിയിലാണെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും എന്നവർക്ക് മനസ്സിലായി. എവരി വൺ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി റിഗാർഡ്ലെസ് ഓഫ് ലാംഗ്വേജ് ഓർ റീജിയൻ. അവരുടെ ദേശമോ അല്ലെങ്കിൽ അവരുടെ ഭാഷയോ നോക്കാതെ എല്ലാവരെയും ഒരുപോലെ കാണണം എന്ന് മനസ്സിലായി. ലൈഫ് വിത്ത് അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് അലോൺ ഈസ് ഹാപ്പി. അഡ്വാൻസ്ഡ് അതായത് നല്ലോണം വളർന്നിട്ടുള്ള ഒരു നല്ല സൗകര്യങ്ങളോട് കൂടി നല്ല വളർച്ചയുള്ള അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് ഉള്ള ജീവിതം മാത്രമാണ് നല്ലതെന്ന് അവർക്ക് മനസ്സിലായി. മൈ ഹാപ്പിനെസ് ലൈ ഇൻ ഹാപ്പിനെസ് ഓഫ് അതേഴ്സ്. എൻ്റെ സന്തോഷം മറ്റുള്ളവരുടെ സന്തോഷത്തിലാണെന്ന് മനസ്സിലായി. അപ്പോൾ ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്? സി ഓപ്ഷനാണ്. ബാക്കിയുള്ളതൊക്കെ അവർക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. അതായത് അവരുടെ സന്തോഷം മറ്റുള്ളവരുടെ സന്തോഷത്തിലാണെന്ന് മനസ്സിലായി. എവിടെയാണെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് മനസ്സിലായി. ഒരു ഭാഷയോ ദേശമോ ഒന്നും സന്തോഷമായി ജീവിക്കാൻ ഒരു പ്രശ്നമല്ല എന്നൊക്കെ മനസ്സിലായി. ഓക്കെ ആണല്ലോ. അടുത്തത് ആക്ടിവിറ്റി 3 ആണ്. ഇവിടെ ഒരു വീക്ക്ലി മാർക്കറ്റും സൂപ്പർ മാർക്കറ്റും കാണിക്കുന്നുണ്ട്. നമ്മളോട് പറയാണ് ഒബ്സർവ് ദി പിക്ചർ. ദി 2 ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഗിവ് അസ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ്. ഈ 2 ഷോപ്പിംഗ് സെൻറ്റേഴ്സും നമുക്ക് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. പ്രിപ്പയർ എ നോട്ട് കമ്പയറിങ് വീക്ക്ലി മാർക്കറ്റ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്. വീക്ക്ലി മാർക്കറ്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിനെ കുറിച്ചിട്ടും ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? മാർക്കറ്റ് നമുക്ക് എന്തൊക്കെ എഴുതാം? യൂഷ്വലി ഹെൽഡ് വൺസ് എ വീക്ക്. അപ്പോൾ ഇത് സാധാരണ എങ്ങനെയാണ് ഉണ്ടാവില്ല? വീക്ക്ലി മാർക്കറ്റ് ആഴ്ചയിൽ ഒരു ദിവസമാണ് ഉണ്ടാവുക. നമ്മൾ ചന്ത എന്നൊക്കെ പറയലില്ലേ അത്. അടുത്തത് ലോക്കൽ ഫാമേഴ്സ് സെൽ ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ആൻഡ് അതർ പ്രോഡക്ട്സ്. അപ്പോൾ ഫാർമേഴ്സ് എന്ത് ചെയ്യും? അവരുടെ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതർ പ്രോഡക്ട്സൊക്കെ ഇവിടെ വിൽക്കും. പ്രൈസസ് ആർ ഓഫൺ ചീപ്പർ. പൈസ വളരെ കുറവാണ്. ഓപ്പൺ മാർക്കറ്റ് വിത്ത് ടെമ്പററി സ്റ്റാൾസ്. ഇവിടെ ടെമ്പററി താൽക്കാലികമായിട്ടുള്ള സ്റ്റാളാണ് ഉണ്ടാവുക. അത് എന്നേക്കുമായിട്ട് അവിടെ ഉണ്ടാവില്ല. താൽക്കാലികമായിട്ട് ആ ഒരു ദിവസത്തിന് മാത്രമാണ് അവിടെ കച്ചവടം നടക്കുന്നത്. മോർ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. അപ്പോൾ ഇത് വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും തമ്മിൽ കൂടുതൽ ഡയറക്റ്റായിട്ട് ഇൻട്രാക്ഷൻ വരുന്നുണ്ട്. അടുത്തത് സൂപ്പർ മാർക്കറ്റാണ് പറയുന്നത്. പെർമനൻറ്റ് ലാർജ് ഷോപ്പ് ഓപ്പൺ എവരി ഡേ. പെർമനൻ്റ് ആയിട്ടുള്ള വലിയ ഷോപ്പാണ്, അത് എന്നും തുറക്കും. മെനി വെറൈറ്റീസ് ഓഫ് പാക്കേജ്ഡ് ആൻഡ് ബ്രാൻഡഡ് പ്രോഡക്റ്റ്. ഇവിടെ പാക്കേജ്ഡ് പ്രോഡക്റ്റും ഉണ്ട്, ബ്രാൻഡഡ് പ്രോഡക്റ്റ് ഉണ്ടാവും. സെൽഫ് സർവീസ് ഷോപ്പിംഗ്. ഇവിടെ നമുക്ക് സെൽഫ് സർവീസ് ആണ്, അതായത് ബയ്യറും സെല്ലറും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഒന്നും വരുന്നില്ല. പ്രൈസ് ആർ യൂഷ്വലി ഫിക്സഡ്. ഇവിടുത്തെ വില എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് ആണ്. മറ്റോടത്ത് നമുക്ക് ബാർഗെയിൻ ചെയ്യാം, പക്ഷേ ഇവിടെ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. മോഡേൺ ഫെസിലിറ്റീസ് ലൈക്ക് ഷെൽഫ്സ് ട്രോളി ആൻഡ് ബില്ലിംഗ് കൗണ്ടേഴ്സ്. ഇവിടെ എന്തൊക്കെ ഉണ്ട്? ഷെൽഫ് ഉണ്ട്, ട്രോളി, ബില്ലിംഗ് കൗണ്ടേഴ്സൊക്കെ ഇവിടെ ഉണ്ടാവും. പക്ഷേ നമ്മളുടെ വീക്ക്ലി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അവിടെ ബയ്യറും സെല്ലറും തമ്മിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് വന്നിട്ട് സാധനം വാങ്ങുക, പൈസ വാങ്ങുക, അങ്ങനത്തെ ഒരു കച്ചവടമാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രോളിയിൽ സാധനമൊക്കെ എടുത്തിട്ട് ബില്ലിംഗ് കൗണ്ടറിൽ കൊണ്ട് കൊടുത്തിട്ടാണ് സാധനങ്ങൾ വാങ്ങുന്നത്. അതാണ് വ്യത്യാസം. അടുത്തത് വിച്ച് എമംഗ് ദി ഫോളോയിങ് ഫീച്ചേഴ്സ് ഡസ് നോട്ട് ബിലോങ് ടു പീലീസ് ഫീച്ചർ. അപ്പോൾ പീലീൻ്റെ ആ ഒരു ഫീച്ചറിനനുസരിച്ചിട്ട് പീലീൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഫീച്ചർ ഡസ് നോട്ട് ബിലോങ് ടു പീലീസ് ഫീച്ചർ. അപ്പോൾ പീലീൻ്റെ ഫീച്ചർ അല്ലാത്തതാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? വാസ്റ്റ് അഗ്രികൾച്ചറൽ ഫീൽഡ്സ്, ഡിഷസ് യൂസിങ് ഇൻഡിജീനിയസ് ഫുഡ് ഐറ്റംസ്, ബിസി സ്ട്രീറ്റ്സ്, സിമ്പിൾ ലൈഫ്. ഇതിലേതാണ്? ബിസി സ്ട്രീറ്റാണ് പീലീൻ്റെ ആ ഒരു ഗ്രാമത്തിൽ. എന്താണ്? വാസ്റ്റ് അഗ്രികൾച്ചറൽ ഫീൽഡ് ഉണ്ട്, ഡിഷസ് യൂസിങ് ഇൻഡിജീനിയസ് ഫുഡ് ഐറ്റംസ് വെച്ചിട്ടാണ് അവിടെ ഡിഷസ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ സിമ്പിൾ ലൈഫാണ്. അവിടെ എന്തില്ല? ബിസി സ്ട്രീറ്റസ് ഇല്ല.
അടുത്തത് 4th ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദി പിക്ചർ. ഈ പിക്ചറിൽ എന്താണ്, ഈ ആൾക്കാരുടെ കയ്യിൽ കുറച്ച് ആയുധങ്ങളുണ്ട്. അവരുടെ ഡ്രസ്സ് എങ്ങനെയാണ്, മൃഗങ്ങളെ തോലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഡ്രസ്സ്, അതുപോലെ തന്നെ ഇലകളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡ്രസ്സാണ് അവർ ധരിക്കാറ്. ഇനി സെക്കൻഡ് പിക്ചറിൽ എങ്ങനെയാണ്, മോഡേൺ ഡ്രസ്സസ് ആണ്. അപ്പോൾ പാൻറ്റും കോട്ടും ഇട്ടവരുണ്ട്, ചുരിദാർ ഇട്ടവരുണ്ട്, ഷർവാണി ഇട്ടവരുണ്ട്, അങ്ങനെ പലതും ഉണ്ട്, സാരിയൊക്കെ ഇട്ടവരൊക്കെ ഉണ്ട്. അപ്പോൾ ഫൈൻഡ് ഔട്ട് ദി ചേഞ്ചസ് ഇൻ ക്ലോത്തിങ് സ്റ്റൈൽ ഓവർ ടൈം, റൈറ്റ് ദി റീസൺ. അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ, അതായത് വസ്ത്രധാരണത്തിൽ വന്ന വ്യത്യാസം എഴുതാനാണ് പറയുന്നത്. ചേഞ്ചസ് ആണ് ആദ്യം പറയുന്നത്. ഇൻ ഏഷ്യൻ ടൈംസ്, പണ്ട് കാലങ്ങളിൽ പീപ്പിൾ വോർ ക്ലോത്ത്സ് മെയ്ഡ് ഫ്രം ലീവ്സ്. ജനങ്ങൾ എങ്ങനത്തെ ക്ലോത്താണ് ധരിച്ചിരുന്നത്, ഇലകളും അനിമലിൻ്റെ സ്കിന്നും അതുപോലെ തന്നെ സിമ്പിൾ ഫാബ്രിക്സ് ഉള്ള ഡ്രസ്സാണ് ധരിച്ചിരുന്നത്. പിൽക്കാലത്ത് ലേറ്റർ ക്ലോത്ത്സ് വെർ മെയ്ഡ് ഫ്രം കോട്ടൺ വൂൾ ആൻഡ് സിൽക്ക്. പിന്നെ കോട്ടനും വൂളും സിൽക്കും ഒക്കെ വെച്ചിട്ട് ക്ലോത്ത് ഉണ്ടാക്കാൻ തുടങ്ങി. ടുഡേ പീപ്പിൾ വിയർ മോഡേൺ ആൻഡ് ഫാഷനബിൾ ക്ലോത്ത്സ് സച്ച് ആസ് ഷർട്ട്, ട്രൗസേഴ്സ്, സാരി, സൽവാർ സ്യൂട്ട്സ് ആൻഡ് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്. ഇപ്പോൾ ജനങ്ങൾ മോഡേൺ ആൻഡ് ഫാഷനബിൾ ഡ്രസ്സായിട്ടുള്ള ഷർട്ടും ട്രൗസേഴ്സും സാരിയും സൽവാർ സ്യൂട്ട്സും വെസ്റ്റേൺ ഔട്ട്ഫിറ്റൊക്കെ ധരിക്കുന്നുണ്ട്. ഇനി റീസൺസ്, ഇതിൻ്റെ കാരണങ്ങളാണ് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്സ്റ്റൈൽ ടെക്നോളജീൻ്റെ വളർച്ച, ഇൻഫ്ലുവൻസ് ഓഫ് കൾച്ചർ ആൻഡ് ഫാഷൻ, കൾച്ചറിൻ്റെയും അതുപോലെ തന്നെ ഫാഷൻ്റെയും ഇൻഫ്ലുവൻസ്. ഇംപ്രൂവ്മെൻറ്റ് ഇൻ ലിവിങ് സ്റ്റാൻഡേർഡ്സ് കൂടിയത് കാരണം. ക്ലൈമറ്റ് ആൻഡ് കംഫർട്ട് നീഡ്സ്, അതുപോലെ തന്നെ ക്ലൈമറ്റ്, നമ്മുടെ കാലാവസ്ഥ, അതുപോലെ തന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ളൊരു കംഫർട്ട് ഡ്രസ്സ് ഉണ്ടാവും. അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട, അവർക്ക് സുഖത്തിലിടാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് ഉണ്ടാവും. അതൊക്കെ ആൾക്കാർക്ക് ഇപ്പോൾ അവരുടെ പ്രിഫറൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. പണ്ട് ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇടാന്നുള്ളതിന് ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ജനങ്ങൾ അവരുടെ കംഫർട്ടിനനുസരിച്ചിട്ടേ ഡ്രസ്സ് ഇടുള്ളൂ. അടുത്തത് ഗ്ലോബലൈസേഷൻ ആൻഡ് മോഡേൺ ലൈഫ് സ്റ്റൈൽ. അടുത്തതാണ് വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഹാൻഡ്ലൂം സെൻറ്റർ ഇൻ കേരള. കേരളയിലുള്ള ഹാൻഡ്ലൂം സെൻറ്ററിൽ ഏതാണ് പെടാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ബലരാമപുരം, അടുത്തത് കുന്തംപുള്ളി, അടുത്തത് ആറന്മുള, പിന്നുള്ളതാണ് കണ്ണൂർ. അപ്പം ഇതിൽ ആറന്മുള എന്ന് പറഞ്ഞാൽ എന്താണ്, ആറന്മുള കണ്ണാടി എന്ന് കേട്ടില്ലേ. അപ്പം ആറന്മുള മിറർ ആണ് ഇവിടെ ഫേമസ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളാണ് ഹാൻഡ്ലൂം സെൻറ്ററായിട്ട് ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഹാൻഡ്ലൂം സെൻറ്റർ അല്ലാത്തത് ഏതാണ്, ആറന്മുള ആണ്. അടുത്തത് പ്രോഗ്രസ് ഓഫ് ക്ലോത്തിങ് പ്രൊഡക്ഷൻ. സ്പിന്നിങ് ജെന്നി, പവർ ലൂം, ആർട്ടിഫിഷ്യൽ ഡൈസ്, സിന്തറ്റിക് ഫൈബേഴ്സ്. ഇനി നിങ്ങളോട് പറയാണ്, ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ. റൈറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഡിസ്ക്രൈബ് ദി ചേഞ്ചസ് ഇൻ ക്ലോത്തിങ് പ്രൊഡക്ഷൻ ബ്രോട്ട് അബൌട്ട് ബൈ ദി യൂസ് ഓഫ് മെഷീൻസ്. ദർ വാസ് ആൻ ഇൻക്രീസ് ഇൻ ക്ലോത്തിങ് പ്രൊഡക്ഷൻ. വസ്ത്രങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചു. ദി ബർഡൻ ഓഫ് ഹ്യൂമൻ ലേബർ ഇൻക്രീസ്ഡ്. മനുഷ്യരുടെ തൊഴിൽ ഭാരം വർദ്ധിച്ചു. ഇറ്റ് ബിക്കം എ റീസൺ ഫോർ ക്ലോത്തിങ് ഡൈവേഴ്സിറ്റി. വസ്ത്രങ്ങളുടെ വൈവിധ്യം വർദ്ധിക്കാൻ ഇത് കാരണമായി. ഇറ്റ് ബിക്കം പോസിബിൾ ടു പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി ക്ലോത്ത്സ്. ഉയർന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ക്ലോത്തിങ് പ്രൊഡക്ഷനിൽ ചേഞ്ച് കൊണ്ടുവന്നത്, പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവന്നത് ഏതൊക്കെയാണ്? ദർ വാസ് ആൻ ഇൻക്രീസ് ഇൻ ക്ലോത്തിങ് പ്രൊഡക്ഷൻ കൂടി എന്നാണ് പറയുന്നത്, കറക്റ്റാണ്. അടുത്തത് ഹ്യൂമൻ ലേബർ ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്, അത് തെറ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്. ബിക്കം റീസൺ ഫോർ ക്ലോത്തിങ് ഡൈവേഴ്സിറ്റി കറക്റ്റാണ്. അടുത്തത് ഇറ്റ് ബിക്കം പോസിബിൾ ടു പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി ക്ലോത്ത്, അതും കറക്റ്റാണ്. അടുത്തത് റൈറ്റ് എ ഷോർട്ട് നോട്ട് എക്സ്പ്ലെയിനിങ് സിന്തറ്റിക് ഫൈബേഴ്സ് യൂസ്ഡ് ഇൻ ക്ലോത്തിങ് പ്രൊഡക്ഷൻ. സിന്തറ്റിക് ഫൈബേഴ്സ് ക്ലോത്തിങ് പ്രൊഡക്ഷനിൽ സിന്തറ്റിക് ഫൈബേഴ്സ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറയുന്നത്. സിന്തറ്റിക് ഫൈബേഴ്സ് ആർ മാൻമെയ്ഡ് ഫൈബേഴ്സ് പ്രൊഡ്യൂസ്ഡ് യൂസിങ് കെമിക്കൽസ്. സിന്തറ്റിക് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഫൈബേഴ്സാണ്. അത് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ദേ ആർ മെയ്ഡ് ഇൻ ഫാക്ടറീസ് ആൻഡ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ക്ലോത്തിങ് പ്രൊഡക്ഷൻ. ഇത് ഫാക്ടറികളിലാണ് ഉണ്ടാക്കുന്നത്. ക്ലോത്തിങ് പ്രൊഡക്ഷന് ഇത് വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് നൈലോൺ, പോളിസ്റ്റർ ആൻഡ് അക്രൈലിക്. ഇതിന് എക്സാമ്പിളാണ് നൈലോൺ, പോളിസ്റ്റർ, അക്രൈലിക് ഒക്കെ. ദീസ് ഫൈബേഴ്സ് ആർ സ്ട്രോങ്, ഡ്യൂറബിൾ, ലൈറ്റ് ആൻഡ് ഈസി ടു വാഷ്. ഈ ഫൈബേഴ്സ് സ്ട്രോങ് ആണ്, കുറേ കാലം നമുക്ക് കിട്ടും, ലൈറ്റാണ്, വാഷ് ചെയ്യാൻ ഈസിയാണ്. വിച്ച് മേക്ക് ദം പോപ്പുലർ ഇൻ മോഡേൺ ക്ലോത്തിങ്. ഇത് ഈ ഒരു ക്യാരക്ടർ, ഈ ഒരു ഗുണമേന്മകൾ അതിനെ ഈ മോഡേൺ ക്ലോത്തിങ്ങിൽ പോപ്പുലറാക്കി എന്നാണ് പറയുന്നത്.
അത് നമുക്ക് താഴെ 2 ന്യൂസ് ഹെഡ്ലൈൻസ് തന്നിട്ടുണ്ട്. ആദ്യത്തേത് എന്താണ്? എ യങ് മാൻ ഗേവ് ജോബ് ടു മെനി ഫാമിലീസ് ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഒരു യങ് മാന് സെൽഫ് എംപ്ലോയ്മെൻറ്റ് വഴി എന്ത് ചെയ്തു? അതായത് അയാളുടെ സ്വന്തം കമ്പനിയിൽ എന്ത് ചെയ്തു? കുറേ ഫാമിലീസിന് ജോലി കൊടുത്തു എന്നാണ് പറയുന്നത്. അടുത്തത് എ ഹോം മേക്കർ ഏൺ Rs 5,000 പെർ മന്ത് ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഒരു ഹോം മേക്കർ എന്ത് ചെയ്യുന്നുണ്ട്? അയാൾ സ്വയം ഒരു കമ്പനിയോ അല്ലെങ്കിൽ സ്വയം ഒരു ജോലിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് അയാൾ മാസം 50,000 ഏൺ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പ്രിപ്പയർ 4 ക്വസ്റ്റ്യൻ ടു ഇൻ്റർവ്യൂ ആൻ എൻ്റർപ്രണർ ഹൂ ഹാസ് അച്ചീവ്ഡ് സക്സസ് ഓൺ ലൈഫ് ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പം സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്വയം തൊഴിൽ വഴി സക്സസ് വിജയിച്ചിട്ടുള്ള ഈ രണ്ട് പേരോട് രണ്ട് പേരെ നമുക്ക് ഇൻ്റർവ്യൂ നടത്തണം. അതിന് വേണ്ടിയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കാം? അപ്പോൾ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്താം? വാട്ട് ഇൻസ്പയർഡ് യു ടു സ്റ്റാർട്ട് യുവർ ഓൺ ബിസിനസ്? നിങ്ങളുടെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾക്കുള്ള പ്രചോദനം എന്നാണ് ചോദിച്ചത് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡിഫിക്കൽട്ടീസ് ഡിഡ് യു ഫേസ് ഇൻ ദി ബിഗിനിങ്? ഈ ബിസിനസ്സിൻ്റെ ആരംഭഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ നേരിട്ടത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് യു അച്ചീവ് സക്സസ് ഇൻ യുവർ സെൽഫ് എംപ്ലോയ്മെൻറ്റ്? എങ്ങനെയാണ് ഈ സ്വയം തൊഴിൽ വഴി നിങ്ങൾ വിജയിച്ചത്? വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു യങ് പീപ്പിൾ ഹു വാണ്ട് ടു സ്റ്റാർട്ട് ബിസിനസ്? ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള യുവജനങ്ങൾക്ക് നിങ്ങൾ എന്ത് ഉപദേശമാണ് നിങ്ങൾ കൊടുക്കുക എന്നാണ് ചോദിച്ചത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ ബി ആണ് പറയുന്നത്. ദി ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് വേരിയസ് സ്കീം ടു പ്രൊമോട്ട് സക്സസ് ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സ്. അപ്പം സെൽഫ് എംപ്ലോയ്മെൻറ്റ് നടത്തുന്ന ആൾക്കാരുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദി ടേബിൾ ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം ആൻഡ് ബെനിഫിഷ്യറീസ്. അപ്പം ഈ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീമും അത് കിട്ടുന്നത് ആർക്കൊക്കെയാണെന്നുള്ളത് ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ആദ്യത്തെ ബോക്സിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീമാണ്, സെക്കൻഡ് കോളത്തിൽ ബെനിഫിഷ്യറീസ് ആണ് പറയുന്നത്. അപ്പം സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീമിൽ ഫസ്റ്റ് നവജീവൻ പ്രൊജക്റ്റാണുള്ളത്. പിന്നെ അടുത്തത് തന്നിട്ടില്ല, പക്ഷേ അതിൻ്റെ ബെനിഫിഷ്യറി തന്നിട്ടുണ്ട്. ബെനിഫിഷ്യറി ആർക്കാണ്? പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. ഇനി തേർഡാണെന്നുണ്ടെങ്കിൽ ശരണ്യാണ്. അതിൻ്റെ ബെനിഫിഷ്യറീസ് നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതി നോക്കാം? നവജീവൻ പ്രൊജക്റ്റ് ആർക്കുള്ളതാണ്? വിഡോസിനുള്ളതാണ്. വിഡോസ് എന്ന് പറഞ്ഞാൽ ആരാണ്? വിധവകൾക്കുള്ളതാണ്. അടുത്തത് കൈവല്യാണ്, പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്കുള്ളത് കൈവല്യാണ്. അടുത്തത് ശരണ്യ എന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള വുമൺസിനുള്ളതാണ് ശരണ്യ. അത് 6th ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദി ടേബിൾ ഓഫ് ഡിഫറെൻറ്റ് ജോബ് പ്രിപ്പയർഡ് ബൈ സ്റ്റുഡൻസ് ഓൺ ദി ടോപ്പിക് ഡൈവേഴ്സിറ്റി ഓഫ് ജോബ്സ്. ഇപ്പോൾ കുട്ടികൾ ഡൈവേഴ്സിറ്റി ഓഫ് ജോബിലുള്ള വൈവിധ്യം എന്ന് പറഞ്ഞിട്ട് എന്തുണ്ടാക്കിയിട്ടുണ്ട്? കുറച്ച് ജോബ്സിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ, ട്രേഡ്, ടീച്ചിങ്, കാറ്റിൽ റിയറിങ്, ഫിഷിങ്, ലോ എൻഫോഴ്സ്മെൻറ്റ്, അപ്പിക്കൾച്ചർ, റബ്ബർ ടേപ്പിംഗ് ഒക്കെയാണ്. ഇനി നിങ്ങളോട് പറയാണ് അറേഞ്ച് ദി ജോബ്സ് സ്യൂട്ടബിളി ഇൻ ദി ഗിവൺ ടേബിൾ. അപ്പോൾ ഒക്യുപ്പേഷണലുണ്ട്, അഗ്രികൾച്ചറൽ ഒക്യുപ്പേഷനുണ്ട്. ഇത് അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഒക്യുപ്പേഷനിലും അഗ്രികൾച്ചറൽ ഒക്യുപ്പേഷനിലും ഏതൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? ഒക്യുപ്പേഷൻസ് അഗ്രികൾച്ചർ, കാറ്റിൽ റിയറിങ്, ഫിഷിങ്, അപ്പിക്കൾച്ചർ, റബ്ബർ ടേപ്പിംഗ്. നോൺ അഗ്രികൾച്ചറൽ ഒക്യുപ്പേഷൻ ട്രേഡ്, ടീച്ചിങ്, ലോ എൻഫോഴ്സ്മെൻറ്റ്. അടുത്തത് വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സോഴ്സ് ഓഫ് ഇൻകം? സോഴ്സ് ഓഫ് ഇൻകം അല്ലാത്തത്, നമുക്ക് വരുമാനം കിട്ടാത്തത് ഏതാണ്? കൾട്ടിവേഷൻ, വോളണ്ടറി സർവീസ്, അസറ്റ്സ്, ട്രേഡ്. ഇതിലേതാണ്? ഇതിൽ ഇൻകം കിട്ടാത്തത് വോളണ്ടറി സർവീസാണ്. കാരണം അതൊരു പേയ്മെൻ്റ് ഒന്നും വാങ്ങാതെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുക. അതുകൊണ്ട് അതാണ് ഇൻകം കിട്ടാത്തത്. ബാക്കിയുള്ളതിനൊക്കെ ഇൻകം കിട്ടുന്നതാണ്.